പോറ്റിപ്പാട്ടിൽ മതവികാരം വ്രണപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി CPIM കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. കാലാകാലമായി എത്രയോ പാരഡി പാട്ടുകൾ ഇലക്ഷൻ കാലത്ത് കേരളം കണ്ടിട്ടുണ്ട്. എത്രയോ പാരഡികൾ ഇതിനു മുമ്പും പാൻ കേരള ഹിറ്റായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ചു പേർ പാടി നടന്ന് ക്രമേണ മറന്നു പോകുമായിരുന്ന ഒട്ടും ഉൾക്കനമില്ലാത്ത ഒരു ശരാശരി പാരഡിയെ വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കുന്നത് കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്നാണ് സാധാരണ മട്ടിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് തോന്നുന്നത്. ഒരു പാട്ടിനെ വീണ്ടും വീണ്ടും പാടി പ്രകോപനമുണ്ടാക്കുകയും മതവുമായി കൂട്ടിക്കെട്ടി പ്രശ്നവൽക്കരിച്ചും ചൊറിഞ്ഞു പുണ്ണാക്കി മാറ്റുകയുമാണോ എന്നും RDXന് ആശങ്കയുണ്ട്. പാരഡിക്കെതിരെ പാർട്ടി നേരിട്ട് കേസ് കൊടുക്കാൻ ഇറങ്ങുന്നത് CPIMനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഷൂസിലേക്കുള്ള വെടിയാകാനാണ് സാധ്യത. ഭാരതീയ ന്യായ സംഹിതയുടെ 299 വകുപ്പ് പ്രകാരം മതവികാരം വ്രണപ്പെടുത്തിയതിന് ഈ കാര്യത്തിൽ കേസെടുക്കാനാകില്ലെന്നാണ് നിയമവിദഗ്ധർ തന്നെ പറയുന്നത്. വേറെ എത്ര വിഷയം ഈ സമയത്ത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ചർച്ച ചെയ്യാനുണ്ട് എന്നതോർത്ത് RDX അന്തം വിട്ടു പോവുകയാണ്. സോഷ്യൽ മീഡിയ വാളുകളിലെ ആഴമില്ലാത്ത വെറും തർക്കങ്ങളുടെ നിലവാരത്തിലേക്ക് പൊതുരാഷ്ട്രീയ ചർച്ചയെ ചുരുക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾ മുഴുവൻ ആഴമില്ലാത്തതാണ് എന്നല്ല. ഏറ്റവും ആഴമുള്ള ചർച്ചകളും വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്നതുകൂടി ഓർമ്മിപ്പിക്കട്ടെ.